പട്ടംകോളനിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശാസ്ത്രീയ ആഘോഷം ഗോപിനാഥൻ അടക്കം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരും ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പൊതുസമ്മേളനം നമുക്ക് ഉടൻ തന്നെ ആരംഭിക്കാം. പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എന്നുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. സ്വാഗത സംഘത്തിന്റെ ചെയർമാനും തൂക്കുപാലം പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റുമായ ശ്രീ കയ്യാർ ഉണ്ണികൃഷ്ണൻ നായർ അവരെ ക്ഷണിച്ചുകൊള്ളാം. സ്വന്തം ശ്രീ റോഷി അഗസ്റ്റിൻ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഹൈറേഞ്ചുകാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വണ്ടർമേട് ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ രാരിച്ചൻ നിർണാങ്കുന്നൽ അവറുകൾ, പ്രിയപ്പെട്ട ശ്രീ ജോസ് പാലത്തിനാൽ അവറുകൾ ഉൾപ്പെടെ ഈ വേദിയിലുള്ള ഏറെ പ്രിയപ്പെട്ടവരെ, ഈ സമ്മേളനം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സാലി അണ്ണൻ, സെക്രട്ടറി ശ്രീ ശ്രേയസ് ഭദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാര്, പ്രവർത്തകരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ സംഘാടക സമിതിയുടെ അംഗങ്ങൾ എല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, നമുക്കറിയാം നമ്മുടെ കല്ലാർ പട്ടം കോളനി കൊടും കാടായിരുന്ന ഈ പ്രദേശം വെട്ടിത്തെളിച്ച് ഇന്നീ കാണുന്ന ടൗൺഷിപ്പൊക്കെ ആക്കി മാറ്റി നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്ന നമ്മുടെ പഴയ തലമുറയിലെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളായ കുറേയേറെ പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ വളരെ ആദരവോടെ ആദ്യം തന്നെ നമസ്കരിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പട്ടംകോളനി പഞ്ചായത്ത് എന്ന നമ്മുടെ ദീർഘകാല ആവശ്യം നിലനിൽക്കുന്നു. പട്ടംകോളനിയിലെ വിവിധ വ്യാവസായിക മേഖലകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, ടൂറിസം മേഖല നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു വർഷം ചർച്ച ചെയ്ത് അതൊക്കെ ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ എത്തിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഈ ഉദ്യമം സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. കരുണാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ, ഈ ലൈബ്രറി സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ കൂടിയായ ശ്രീമതി ശോഭനാമ ഗോപിനാഥൻ അവറുകളെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഇതിൻ്റെ അധ്യക്ഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും അഭിമാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ. അദ്ദേഹം കഴിഞ്ഞ 5 തവണയായി 25 വർഷത്തോളമായി നമ്മുടെ നിയമസഭയെ പ്രതിനിധീകരിക്കുന്നു. മുന്നണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയാലും ഇടുക്കി ജില്ലക്കാരെ സംബന്ധിച്ച് ആ വാക്കിന് അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ എന്ന ആ വ്യക്തിയോടുള്ള സ്നേഹത്തിനും ആദരവിനും ഇതുവരെ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഈ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു പരിപാടിയിൽ ഇപ്പോഴാദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് നമ്മുടെ ഉപഹാരമായി സമർപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോണു ചേട്ടൻ എഴുതിയ കല്ലാർ പട്ടംകോലിൻ്റെ ചരിത്രം എന്ന പുസ്തകമാണ്. നമുക്കറിയാം, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ രാരിച്ചൻ നിർണാങ്കുന്നൽ അവറുകൾ, അദ്ദേഹം നമ്മുടെ ഈ ഹൈറേഞ്ചിലെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ വണ്ടർമേട് ഡിവിഷനെയാണ് പ്രതിനിധീകരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ എല്ലാവരുടെയും അനുമതിയോടെ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രീ ജോസ് തെക്കേക്കുറ്റി അവറുകൾ
പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റിട്ട് ഏതാണ്ട് ഒരു മാസമേ ആകുന്നുള്ളൂ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മോടൊപ്പമുള്ള ഏത് കാര്യത്തിനും ഒപ്പമുള്ള നമ്മുടെ ഈ ജനതയുടെ തന്നെ ഭാഗമായ ശ്രീ ജോസിയേട്ടനെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. കല്ലാറുകാരുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് പ്രിയപ്പെട്ട ശ്രീ ജോസ് പാലത്തിനാൽ. അദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന കാർഷിക സഹകരണ ബാങ്ക്, നമ്മുടെ ഭൂപണയ ബാങ്ക്, എത്ര വർഷമായി അദ്ദേഹം അതിന് നേതൃത്വം കൊടുക്കുന്നു. നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും എപ്പോൾ ചെന്ന് പറഞ്ഞാൽ അതിനൊരു പരിഹാരമുണ്ടാക്കി തരുന്ന ആളാണ് ശ്രീ ജോസിയേട്ടൻ. വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി ശ്രീ ജോസ് പാലത്തിനാൽ അവരുടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ, ഏറെ പ്രിയപ്പെട്ട ശ്രീമതി പ്രേമി ലാലിച്ചൻ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തും കരുണാപുരം ഗ്രാമപഞ്ചായത്തും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സംഗമ ഭൂമിയാണ് തൂക്കുപാലം. ആ 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ആ ഒരു അതീവ ശ്രദ്ധയും കരുതലും ഞങ്ങൾക്കുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷയെ ശ്രീമതി പ്രേമി ലാലിസിനെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. പൊതുപ്രവർത്തന രംഗത്ത് നമ്മുടെ പട്ടംകൊളനിക്കാരുടെ പൊതു സ്വത്തായി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരിൽ എല്ലാവരെയും തന്നെ നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പേര് ശ്രീ PN വിജയൻ അവറുകളുടെയാണ്. കഴിഞ്ഞ ഒരു 5 പതിറ്റാണ്ടായി നമ്മുടെ പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും നമ്മോടൊപ്പമുള്ള ശ്രീ PN വിജയൻ അവറുകളെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ശ്രീ MN ഗോപി. നമ്മുടെ ഈ തലമുറയിലെ ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. അവരും നമ്മുടെ പട്ടംകൊളനി സമ്മാനിച്ച പൊതു സ്വത്തുക്കളാണ്. ശ്രീ MN ഗോപി അവറുകൾ അർബൻ ബാങ്ക് പ്രസിഡന്റ് എന്ന രീതിയിലും മികച്ച സേവനമാണ് നടത്തി വരുന്നത്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ മുകേഷ് മോഹൻ, ശ്രീമതി വിജയകുമാരി S ബാബു, ശ്രീ ബേബിച്ചൻ ചിന്താർമണി, ശ്രീമതി സജന ബഷീർ, ശ്രീമതി വനജ കുമാരി ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ CS യശോധരൻ, ശ്രീമതി സതി അനിൽകുമാർ, ശ്രീ ഷിക ബേട്ടിക്കൽ, ശ്രീമതി രമ്യ ഷിജു എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. സംഘാടക സമിതി അംഗമായി പ്രവർത്തിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും ഞങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരുന്ന DTPC അംഗം കൂടിയായ ശ്രീ TM ജോൺ അവറുകളെ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന CPIM-ന്റെ നെടുങ്കണ്ടം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ശ്രീ VC അനിൽ ഈ പ്രദേശത്തിൻ്റെ വികസന കാര്യങ്ങളിൽ പ്രത്യേകം താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പമുള്ള നേതാവാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും സംഘാടക സമിതിയും നമ്മുടെ ഈ തൂക്കുപാലം ജമാഅത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട അബ്ദുൾ അസീസ് സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ KG ഓമനക്കുട്ടൻ, അദ്ദേഹവും കല്ലാർ പട്ടംകൊളനിയിൽ 2ാം തലമുറയിൽപ്പെട്ട നമ്മോടൊപ്പമുള്ള ആളാണ്. CPI-യുടെ ഉടുമ്പൻചോല മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ച് നല്ല നേതൃത്വം വഹിക്കുന്ന ശ്രീ KG ഓമനക്കുട്ടൻ അവറുകളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബാങ്ക് പ്രസിഡന്റുമാരായ ശ്രീ S ഭുവനേന്ദ്രൻ നായർ, നമ്മുടെ തമ്പി സാർ വന്ന് അവിടെ ഇരിപ്പുണ്ട്, സാറിനെ സ്വാഗതം ചെയ്യുന്നു. ബാലഗ്രാം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ S മോഹനൻ, ആപ്കോസിൻ്റെ പ്രസിഡന്റ് ശ്രീ MK സുലൈമാൻ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ സിബിയ കിഴക്കേമുറി, ശ്രീ ജോജി ഇടപ്പള്ളിക്കുന്നേൽ, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബിജു കോട്ടയിൽ, BJP ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് മൗലവി, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സനൽകുമാർ മംഗലശ്ശേരി, ജില്ലാ ജനറൽ സെക്രട്ടറി ജനതാദൾ ശ്രീ KA സിറാജ്, SDPI നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ നജീബ് കളരിക്കൽ, PDP സംസ്ഥാന കൗൺസിൽ അംഗം റവറൻ ഫാദർ തോമസ് വലിയമംഗലം, വികാരി സെന്റ് ആന്റണീസ് കത്തോലിക്ക പള്ളി തൂക്കുപാലം, ശ്രീ KV മുരുകൻപിള്ള, സെക്രട്ടറി NSS കരയോഗം തൂക്കുപാലം, ശ്രീ അബ്ദുൾ റസാഖ് മൗലവി, പ്രസിഡന്റ് ജമാഅത്ത് ഫെഡറേഷൻ ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റി, ശ്രീ ഈസ കാഞ്ഞാർ, സെക്രട്ടറി ജമാഅത്ത് ഫെഡറേഷൻ തൂക്കുപാലം, ശ്രീ PN മോഹനൻ, പ്രസിഡന്റ് SNDP യോഗം തൂക്കുപാലം, റവറൻ ഫാദർ PM ജോൺ, വികാരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി മുണ്ടിയേരിമ, ശ്രീ S ജ്ഞാനസുന്ദരൻ, മുൻ ജനറൽ സെക്രട്ടറി PRDS, റവറൻ ഫാദർ ടിജോ T വർഗീസ്, വികാരി സെന്റ് തോമസ് മർത്തോമ ചർച്ച് മുണ്ടിയേരിമ, ശ്രീ AK തങ്കപ്പൻ, അഡ്വൈസറി കമ്മിറ്റി അംഗം ശാന്തിഗിരി ആശ്രമം, ശ്രീ ഷിജി കൊച്ചുകുഞ്ഞ്, സെക്രട്ടറി KPMS ഉടുമ്പൻചോല യൂണിയൻ, ശ്രീ J സാരംഗധരൻ, സെക്രട്ടറി വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി താലൂക്ക് യൂണിയൻ, ശ്രീ രാജഗോപാലൻ, പ്രസിഡന്റ് പണ്ഡിതർ വിളക്കിത്തല നായർ സഭ ഇടുക്കി, ശ്രീ CS ഭദ്രൻ, സെക്രട്ടറി മർച്ചന്റ് അസോസിയേഷൻ, ശ്രീ VM സാലിഹ് അവറുകൾ, പ്രസിഡന്റ് മർച്ചന്റ് അസോസിയേഷൻ, ശ്രീ സിജു തനിമ, പ്രസിഡന്റ് വ്യാപാരി വ്യവസായി സമിതി, ശ്രീ ഫ്രാൻസിസ് പുളിക്കൻ, താലൂക്ക് പ്രസിഡന്റ് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ, ശ്രീ ശശി VG, സെക്രട്ടറി എക്സ് സർവീസ് ലീഗ് മുണ്ടിയേരിമ,
കൃതജ്ഞത അർപ്പിക്കുന്ന ഏറെ പ്രിയപ്പെട്ട കൺവീനർ ശ്രീ ജോമോൻ താന്നിക്കൽ, രണ്ടാം വാർഡിനെ പ്രതിനിധീകരിച്ച് ശ്രീമതി റാബി സിദ്ദിഖ്, മാധ്യമ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഇടുക്കി വിഷന്റെ ശ്രീ അനീഷിനെ മറക്കാൻ കഴിഞ്ഞില്ല. കാരണം കഴിഞ്ഞ 10 ദിവസമായി ഈ പരിപാടി പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അഭിവാദ്യ റാലിക്ക് നേതൃത്വം കൊടുത്ത എല്ലാ വ്യാപാരികളെയും അതിൽ പങ്കെടുത്തവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏറെ പ്രിയപ്പെട്ട ഇവിടെ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ അച്ഛനമ്മമാർ, പഴയ തലമുറയിൽ നമുക്കറിയാം ആണുങ്ങളായി ജീവിച്ചിരിക്കുന്നവരിൽ ഇനി 7 പേരാണ് അവശേഷിക്കുന്നത്. ആ അവശേഷിക്കുന്ന ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അവരോട് എത്തിച്ചേർന്ന അമ്മമാർ, അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അവരനുഭവിച്ച കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും വേദനയുടെയും ആ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവർ ആ കഷ്ടപ്പാടും പ്രായാധിക്യങ്ങളൊക്കെ മാറി വെച്ചാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അവരെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റെല്ലാവരെയും, നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ നാട്ടിലെ എല്ലാ വിധത്തിലുമുള്ള വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളുണ്ട്, തൊഴിലാളി സുഹൃത്തുക്കളുണ്ട്, അതോടൊപ്പം തന്നെ വിവിധ സാംസ്കാരിക സാമുദായിക മത നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, പൊതുജനങ്ങളുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നമുക്ക് മറക്കാൻ കഴിയില്ല, കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഈ വേദിയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടാണെങ്കിൽ സംഘാടക സമിതി ഒത്തിരി പേര്, എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. അതുപോലെ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഉൾപ്പെടെ, നമ്മുടെ ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ ഉൾപ്പെടെ അവരൊക്കെ നല്ല സഹായ സഹകരണമാണ് കാഴ്ചവെച്ചത്. അവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നതോടൊപ്പം തന്നെ അവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ച് ആദ്യ തലമുറയിൽ ഇവിടെ എത്തി നമുക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട ആൾക്കാരെ ഓർക്കുന്നതോടൊപ്പം ഈ രണ്ടാം തലമുറയിൽ ഈ പട്ടംകോലിൻ്റെ ചരിത്രം നമുക്ക് പകർത്തി തന്ന, അല്ലെങ്കിൽ പട്ടംകോലിലേക്ക് ഈ ഇള തലമുറയ്ക്ക് പട്ടംകോലിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുത്ത KV പരമേശ്വരൻ ചേട്ടനെ നമ്മളിന്ന് വേദിയിൽ ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പട്ടംകോളനിയുടെ ചരിത്രം പുസ്തക രൂപത്തിലാക്കി അത് പട്ടംകോളനിക്കാർക്ക് പകർന്നു കൊടുത്ത ശ്രീ ജോൺ പുല്ലാടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പട്ടംകോളനിയിൽ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത് ഇവിടുന്ന് കാൽനടയായി തിരുവനന്തപുരത്തേക്ക് പോയ സഖാവ് MR ദാമോദരൻ്റെ മകൻ ശ്രീ MD രാജൻ പൊതുപ്രവർത്തകൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ഈ വേദിയിൽ ഇന്ന് ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പട്ടംകോളനി നമുക്ക് സമ്മാനിച്ച നമ്മുടെ മാതാപിതാക്കൾക്കും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും യശസ്വരീയനായ മുൻ തിരുക്കൊച്ചി മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ളയ്ക്കും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി നമ്മുടെ പട്ടംകോളനിയിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ശ്രീ ദിവാകരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കഴിഞ്ഞ ദിവസമാണ് പോയത്. ഈ മിനിഞ്ഞാന്ന് ഇന്ന് ആദരിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടിയിരുന്ന പ്രിയപ്പെട്ട കൽത്തൊട്ടി കുഞ്ഞേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു പോകേണ്ട 2 വ്യക്തിത്വങ്ങൾ കൂടിയുണ്ട്. അവരെ കൂടി ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. 2005 ഇവിടെ ഈ പട്ടംകോളനിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പട്ടംകോളനി പൊതുസമൂഹത്തിന് സമ്മാനിച്ച 2 നേതാക്കന്മാരുണ്ടായിരുന്നു. ശ്രീ KR സുകുമാരൻ നായരെയും ശ്രീ ശ്രീമന്ത്രി ശശികുമാറിനെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. അവർക്കെല്ലാം പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷയുടെയൊക്കെ അനുവാദത്തോടുകൂടി നമ്മുടെ ഈ സമ്മേളനത്തിന് വളരെ നേരത്തെ തന്നെ എത്തുകയും അദ്ദേഹത്തിന് തിരക്കുണ്ടായിരുന്നുവെങ്കിലും നമുക്ക് വേണ്ടിയാണ് ആ സമയം കണ്ടെത്തി ഇവിടെ കടന്നു വന്നത്. പ്രിയപ്പെട്ട മന്ത്രിയെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കാണത്തില്ല, ഇതൊക്കെ മറന്നു അതൊന്നും മടുത്തില്ല. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അല്ലെങ്കിൽ കാർഷികക്ഷേമ കമ്മീഷൻ മെമ്പർ ശ്രീ ജോസ് പാലത്തിനാൽ, വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന ബഹുമാന്യരെ പ്രിയപ്പെട്ട ശ്രീ PN വിജയൻ, ശ്രീ MN ഗോപി, വ്യാപാരി വ്യവസായി
ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ശ്രീ എം സാലി, സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ശ്രീ KR ഉണ്ണികൃഷ്ണൻ നായർ, കൺവീനർ ശ്രീ ജോമോൻ, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന ബഹുമാനിതരായിട്ടുള്ള ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, വ്യാപാരി സുഹൃത്തുക്കൾ, ബഹുമാനിത സ്നേഹിതരെ, കല്ലാർ പട്ടം കോളനി സപ്തതിയുടെ നിറവിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് ഇവിടെ നടത്തപ്പെടുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്, ഏറെ അഭിമാനം തോന്നുന്നു. ഈ ഗ്രാമത്തിൻ്റെ മാത്രമല്ല, ഒരു കുടിയേറ്റ ജനതയുടെ ഏറ്റവും കാതലായിട്ടുള്ള ഓർമ്മകളാണ് കല്ലാർ പട്ടം കോളനി. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ സാഹചര്യങ്ങൾ, ഇവിടേക്ക് കുടിയിരുത്തേണ്ടി വന്ന അവസ്ഥ, ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ പ്രവൃത്തി, എന്ന മനോഹരമായ ഈ ഭൂപ്രദേശം കേരളത്തിൻ്റെ തന്നെ ഭാഗമാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ നടത്തിയ ഭരണാധികാരികളുടെ ഒരു ഇച്ഛാശക്തിയുടെ പ്രതിഫലനവും കൂടിയാണ് ഈ കോളനിയുടെ രൂപീകരണം. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നൊക്കെ പറയുമ്പോൾ ആധുനികവൽക്കരണത്തിൻ്റെ പാതയെ മാത്രം ചെയ്യാവുന്ന ഒന്നാണെന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ 7 പതിറ്റാണ്ടിന് മുമ്പ് അത്തരത്തിലുള്ള നല്ല കാഴ്ചപ്പാടുകളോടുകൂടി 5 ഏക്കർ ഭൂമി വെച്ച് ഇത്രയേറെ കർഷകർക്ക് നൽകാൻ തീരുമാനിക്കുക, പൊതുസ്ഥാപനങ്ങൾക്ക്, ആരാധനാലയങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ടാണ് നമുക്കിന്ന് ആഘോഷിക്കാനായിട്ട് സാധിക്കുന്നത്. ആവശ്യങ്ങളും പട്ടിണിജാതിയും എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ 1957 തന്നെ അന്നത്തെ ഗവൺമെൻറ് അക്കാര്യങ്ങളോട് കാണിച്ച സമീപനം തീർച്ചയായിട്ടും ചെറുതായിരുന്നില്ല. അത് ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കലാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശ്രീമതി മാധവി കുട്ടിയമ്മ അഗ്നിദീപം തെളിയിച്ചു എന്ന് പറയുന്നത് എത്ര പ്രത്യേകതകൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. പാമ്പാടും പാറയുടെയും നെടുങ്കണ്ടത്തിൻ്റെയും കരുണാകുലത്തിൻ്റെയും കൂടി സംഗമഭൂമിയായി നിൽക്കുകയാണ് തൂക്കുപാലം. അതൊരു പ്രത്യേകതയാർന്നൊരു കാര്യമാണല്ലോ. പരീക്ഷിക്കാൻ വരുന്ന ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ ജില്ലയിൽ അതിജീവിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തലാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കണം, ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഈ വരാൻ പോകുന്ന ഫെബ്രുവരി മാസം അല്ലെ മാർച്ച് കടന്നു പോകുന്നതിന് മുമ്പ് ആ ചട്ടങ്ങൾ രൂപീകരിച്ച് നൽകുന്നതോടുകൂടി ഇപ്പോൾ അധിവസിക്കുന്ന ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ക്രമവൽക്കരിക്കപ്പെട്ടുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ അതിയായ ആഗ്രഹമുണ്ട്. നമ്മുടെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ ഒരു പരിഹാരമാകുക. അങ്ങനെ ഓരോ വർഷങ്ങളും ഇപ്പോൾ വനം, വന്യജീവികളുടെ ആക്രമണം പരിഹാരം കണ്ടെത്തേണ്ട വിഷയം തന്നെയാണ്. അതിനുവേണ്ടി സായുധമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ, ഫെൻസിങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുക. അത്തരത്തിലുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ പ്രതിരോധിക്കേണ്ട നടപടികൾ അനിവാര്യമാണ് എന്നുള്ളതിൽ കൂട്ടായ സ്വരമാണ് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം സഹപ്രാസംഗൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. നമ്മുടെ റിപ്പബ്ലിക്കായിട്ട് 76 വർഷം നമ്മുടെ ഭരണഘടന നിലയിൽ വന്നിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടും 75 വർഷങ്ങൾ പിന്നിടുകയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾ അതിലേറ്റവും സന്തോഷമുള്ളത് മതേതര കാഴ്ചപ്പാടാണ്. ഭാരതത്തിന് ഈ അവസ്ഥ രൂപപ്പെട്ട സന്ദർഭത്തിൽ തന്നെ എത്ര കാലം ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുമെന്ന് തുടക്കത്തിൽ തന്നെ ചരമക്കുറിപ്പ് എഴുതിയവരുണ്ടായിരുന്നു എന്നുള്ളത് മറന്നു പോകാൻ പാടില്ല. നമ്മുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ്, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, ജാതി മത ഭാഷാ വ്യത്യാസം, ഇതെല്ലാം കൂടെ കോർത്തിണക്കിയ ഒരു ഇന്ത്യക്ക് ജനാധിപത്യ സംരക്ഷണം സാധ്യമാകുമോ എന്ന് ചിന്തിച്ചിരുന്നൊരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോന്നിട്ട് 7.5 പതിറ്റാണ്ട് കഴിയുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മളെടുത്ത ഏറ്റവും സുപ്രധാനപ്പെട്ട തീരുമാനം മതനിരപേക്ഷതയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനാണ്, മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാനാണ്. ആ നിലയിൽ നമ്മളെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി സധൈര്യം മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നുള്ളത്, ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം കൂടി ഈ യോഗം നടക്കുമ്പോഴുണ്ട് എന്നുള്ളത് വിസ്മരിച്ചു പോകാൻ കഴിയുന്നില്ല. നമ്മുടെ നാട്ടിൻ്റെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക.
തീർച്ചയായിട്ടും ഇവിടെ വരാനും ഇതിൻ്റെ ഭാഗമാകാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എനിക്ക് വ്യാപാരി വ്യവസായി നേതാക്കന്മാർ ഒരു നിവേദനം നൽകി. പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിവേദനമുണ്ട്. നേരത്തെ തന്നെ ചർച്ചയാക്കപ്പെടുന്നൊരു വിഷയമാണ്. പ്രിയപ്പെട്ട മണിയാശാന് ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള വ്യക്തിയാണ്. ഈ മലയാളത്തിൻ്റെ മാറ്റങ്ങളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള MLA നൽകിയ പ്രവർത്തനങ്ങൾ, വിവിധ ഗവൺമെൻറ്റുകൾ നൽകിയ പ്രവർത്തനങ്ങളൊന്നും കുറച്ച് കാണുന്നില്ല. മണിയാശാൻ തീർച്ചയായിട്ടും ഈ ആധുനിക ഇടുക്കിയുടെ ഭാവനയിൽ വികസന രംഗത്തൊരു പുത്തൻ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചെയ്ത സേവനങ്ങൾ, കഴിഞ്ഞ മന്ത്രിയായിരുന്ന അദ്ദേഹം ആരംഭിച്ചു വെച്ച പ്രവർത്തനങ്ങൾ ഈ ജില്ലയ്ക്കൊരു മുതൽക്കൂട്ടാണ്. ഇപ്പോൾ തന്നെ പറഞ്ഞ റോഡ്, ഇവിടുന്ന് പോകുന്ന റോഡ് ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഫസ്റ്റ് ഫേസ് പൂർത്തിയായിക്കൊണ്ടിരിക്കുക. അത് പൂർത്തിയാകുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ കാലവിളംബരമില്ലാതെ ചെയ്യണം എന്നുള്ളതും ആ നിവേദനത്തിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് തീർച്ചയായിട്ടും നല്ല തരത്തിൽ ഞങ്ങൾ ആലോചിക്കും. മണിയാശാൻ അക്കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ വളരെ എളുപ്പത്തിൽ സാധ്യമാക്കാൻ കഴിയുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഇതോടൊപ്പം ഇവിടെ ഈ പുഴയിൽ എല്ലാവരും പുഴയായിരിക്കും ഒരു ചെക്ക് ഡാം, ഒരു ടൂറിസം സാധ്യതയെക്കുറിച്ച് പരിശോധിക്കണം എന്നോട് സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും നമുക്കത് DTPCയും കൂടി ബന്ധപ്പെടുത്തി അത് ചർച്ച ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്താനും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാനും, ഒരു ചെക്ക് ഡാം ഇവിടെ ഉണ്ടായാൽ ഇവിടെ അതിൻ്റെ സാഹചര്യങ്ങളിൽ മാറ്റം വരാനും അത് പ്രയോജനകരമാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തുന്നതാണ് എന്ന വിവരം നിങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സ്ഥലപരിശോധന നടത്തി നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെങ്കിൽ അതും നമുക്ക് രൂപപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. രാമക്കരമാട ടൂറിസ്റ്റ് പദ്ധതിക്ക് വേണ്ടി റവന്യൂ ഭൂമി 40 സെൻറ്റ് സ്ഥലം ഗ്രാമപഞ്ചായത്തിന് കൈമാറി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഗ്രാമീണ ടൂറിസം രംഗത്ത് റിമോട്ട് മേഖലയിലെ ടൂറിസം സാധ്യതകൾക്ക് വെള്ളച്ചൂണ്ടാൻ കഴിഞ്ഞിട്ടുള്ള അനുഭവമായി നിലനിൽക്കുന്നു. ഇതെല്ലാം നമുക്ക് വലിയ പ്രയോജനങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും വ്യാപാരി സുഹൃത്തുക്കളും ലൈബ്രറി സംവിധാനവും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചവരെ അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം. മന്ത്രിയിൽ നിന്ന് ഒരു 3 പേർക്ക് നമ്മൾ ഉപഹാരങ്ങൾ നൽകുകയാണ്. പട്ടം കോളനിയുടെ പുതിയ തലമുറയ്ക്ക് പട്ടം കോളനിയെ പരിചയപ്പെടുത്തിയ പൊതുപ്രവർത്തകനായ ശ്രീ KV പരമേശ്വരനെ ഇപ്പോൾ മന്ത്രി ആദരിക്കുകയാണ്. നമ്മുടെ കുടിയേറ്റ ചരിത്രവും കുടിയേറ്റ ചരിത്രത്തിലെ ബ്ലോക്ക് കിട്ടിയ ആളുകളെ സംബന്ധിച്ചുമൊക്കെ ഒരു റിസർച്ച് നടത്തി നമുക്ക് അതിൻ്റെ അറിവുകൾ പകർന്നു നൽകുന്നത് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് ശ്രീ KV പരമേശ്വരൻ. അദ്ദേഹത്തെ പട്ടം കോളനിയുടെ ഈ സപ്തതി നിറവിൽ നമ്മൾ ആദരിക്കുന്നു. പട്ടം കോളനിയുടെ ചരിത്രം ഒരു പുസ്തക രൂപത്തിലാക്കി പുതുതലമുറയ്ക്ക് സമ്മാനിച്ച വ്യക്തിയാണ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ ജോൺ പുല്ലാട്. അദ്ദേഹം നമുക്കറിയാം കാൽനടയായി നമ്മുടെ നാടുകൾ കയറി ഇറങ്ങിയാണ് ഈ വിവരശേഖരണങ്ങളെല്ലാം നടത്തുന്നത്. ഒരു മുൻ മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ ജോൺ പുല്ലാട് അവരുകളെ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ആദരിക്കുന്നു. ഈ സപ്തതി ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ ഒരു മൊമെന്റോ നൽകി ആദരിക്കുകയാണ്. പട്ടിണി സമരം നടത്തിയ ആളുടെ മകൻ ആയിട്ടുള്ള നമ്മുടെ MR രാജൻ ചേട്ടനെ ഇപ്പോൾ മന്ത്രി ആദരിക്കുന്നു. പട്ടംകുളനിൽ ആദ്യം കുടിയിരുത്തപ്പെട്ട നമ്മുടെ കർഷകരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ പ്രധാനികളായിട്ടുള്ള ശ്രീ ജോർജ് PV, പ്രിയ ഭക്തി മീനാക്ഷി പത്മനാഭനെയും ഇരുവരെയും നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ അമ്മമാരുടെയും ഈ അച്ഛന്മാരുടെയും ത്യാഗത്തിന്റെയും ദൈവത്തിന്റെയും ഫലമാണ് ഇന്ന് കാണുന്ന പട്ടംകുളനി. നമ്മുടെ പത്മനാഭൻ ചേട്ടനെയും മീനാക്ഷി പത്മനാഭനെയും അമ്മയും അച്ഛനെയും ചേർത്ത് ഇരുവരും കൂടി ചേർന്ന് ആ നാട്ടില് ഒപ്പം തന്നെ ബ്ലോക്ക് കിട്ടി ഇവിടെ കടന്നു വന്ന പട്ടം എഴുത്താണുപിള്ളയുടെ ശിശുരനായ പട്ടം എഴുത്താണുപിള്ളയുടെ കയ്യിൽ നിന്ന് ബ്ലോക്കുകൾ ലഭിച്ച് ഈ നാട്ടിലേക്ക് കടന്നു വന്നവരാണ്. പ്രധാനി ഹാജിറാബി അദ്ദേഹം ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സമ്മേളനങ്ങളിൽ എത്തിച്ചേരും. ബാക്കി കർഷകരെ ആദരിക്കുന്നത് ആണ്. നമ്മുടെ ആദരവെല്ലാം നമ്മുടെ MP വരുന്ന സമയത്ത് വെച്ചതാണ്. പ്രിയപ്പെട്ട മന്ത്രി വന്നപ്പോൾ മന്ത്രിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കുടിയിരുത്തപ്പെട്ട കർഷകരെ നമ്മൾ ആദരിച്ചതാണ്. മന്ത്രി നമ്മോടൊപ്പം നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. നമ്മൾ ക്ഷണിച്ചപ്പോൾ തന്നെ പ്രിയപ്പെട്ട ജോസ് പാലത്തിനാരോട് പറഞ്ഞിരുന്നു പട്ടം കോളനിയിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എത്തിച്ചേർന്നു. നമ്മൾ അദ്ദേഹത്തെ യാത്രയാക്കുന്നത് പട്ടം കോളനിക്ക് സ്വന്തമായി ഒരു പഞ്ചായത്ത് ലഭിക്കുന്നതിന് വേണ്ടി മന്ത്രി പ്രയത്നിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മന്ത്രി
വ്യക്തിഗതമായ നന്ദിയും അറിയിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ശോഭന ഗോപിനാഥിനെ ക്ഷണിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, അതായത് ഇന്ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയുടെ ഇടുക്കി ജില്ല രൂപം കൊണ്ടതും ഇന്നത്തെ ദിവസമാണ്. ആ ദിവസം തന്നെയാണ് നമ്മുടെ പട്ടം കോളനിയുടെ സമാപന സമ്മേളനവും സപ്തതി ആഘോഷത്തിൻ്റെ നമ്മൾ ആഘോഷിക്കുന്നത്. അന്നത്തെ ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ പ്രദേശം വളരെയധികം വികസിച്ച് അവരുടെ പിൻഗാമികളായിരിക്കുന്ന ജനങ്ങൾക്ക് വികസനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളുടെ കരുണാപുരം, പാമ്പാടുംപാറ, നെടുങ്കണ്ടം പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമായ തൂക്കുപാലത്തെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഈ വർഷം അതിന് നമ്മൾ 17 ലക്ഷം രൂപ പ്ലാൻ ഫണ്ട് വയ്ക്കുകയും 40 ലക്ഷം രൂപ നമ്മളുടെ അടുത്ത് വരുന്ന ഫണ്ട് ഉപയോഗിക്കുകയും ബാക്കി 1 കോടി രൂപ KURDCയിൽ നിന്നും ലോൺ എടുത്ത് നമ്മളതിൻ്റെ പണി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ സമ്മേളനത്തിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാജേഷൻ നീറണാകുന്നേൽ അവരെ ക്ഷണിച്ചു. കരുണാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ശോഭന ഗോപിനാഥൻ, നമ്മൾ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകിയ, ഈ നാടിന് രൂപഭാവന നൽകിയ, ഈ നാടിന് ജന്മം നൽകുവാൻ മുൻ പ്രവർത്തിച്ച ശ്രീ എ പട്ടംതാണുപിള്ള അദ്ദേഹം വിഭാവന ചെയ്ത് തുടക്കം തന്ന അല്ലെങ്കിൽ നട്ടുപിടിപ്പിച്ച ഈ കല്ലാർ പട്ടം കോളനിയുടെ സപ്തതി ആഘോഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ കുടിയേറ്റ കർഷകൻ്റെ മക്കളാണ്. എൻ്റെയും നിങ്ങളുടെയുമൊക്കെ മാതാപിതാക്കന്മാർ മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടെ കുടിയേറിയവരാണ്. നമുക്കറിയാം 1885 ജൂലൈ മാസം 15-ാം തീയതിയാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ പട്ടത്തിൽ പൂജാതനായത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അതുപോലെ തന്നെ പ്രഗത്ഭനായ ഒരു ഭരണകർത്താവായിരുന്നു. അതിലുപരി നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു. വളരെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായിരുന്നു ശ്രീ പട്ടംതാണുപിള്ള. അങ്ങനെയാണല്ലോ ആ ദീർഘവീക്ഷണത്തിൻ്റെ അനുഭവഫലമായിട്ടാണല്ലോ അദ്ദേഹം മറ്റ് മേഖല തിരുവിതാംകൂറിൽ നിന്നും തിരുക്കൊച്ചിയിൽ നിന്നും മലബാറിൽ നിന്നുമൊക്കെ ആളുകളെ ഈ മേഖലയിലേക്ക് കുടിയിരുത്തുകയും ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരണമാകുന്ന കാലഘട്ടം തിരുക്കൊച്ചിയും മലബാറും അതുപോലെ തിരുവിതാംകൂറും കൂടി സംയുക്തമായി രൂപം കൊണ്ട കേരള സംസ്ഥാനത്തിന് രൂപം കൊടുത്തപ്പോൾ നമുക്കറിയാം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏലം സുഗന്ധ റാണിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന പ്രദേശം, ആ പ്രദേശം നമുക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നമ്മളറിയാം നമ്മുടെ സാഹിത്യപ്രസം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദേവികളും ഉടിമഞ്ചോലയും തുടങ്ങിയ മേഖലകൾ, നെടുങ്കണ്ട മേഖല, കുമിളി മേഖലകൾ നമുക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോഴാണ് ഇവിടെ മലയാളികളായ ആളുകളെ ഇവിടെ കൊണ്ട് കുടിയിരുത്തിയത്. നമുക്കറിയാം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ സംസ്ഥാനത്ത് പട്ടണയും പരിവട്ടവുമായ ആളുകളെ നട്ടം തിരിയുമ്പോൾ ആ കാലഘട്ടത്തിലാണ് 1945 മുതൽ ഇവിടെ കുടിയേറ്റമുണ്ടെങ്കിലും 1954-55 കാലഘട്ടത്തിലാണ് ഈ പട്ടം കോളനി രൂപീകരണമാകുന്ന 55 ജാനുവരി 20-ാം തീയതി പട്ടം കോളനി സ്ഥാപിച്ചത്. നമുക്കറിയാം അന്ന് ഉള്ള കർഷകരെ കുടിയിരുത്തുവാൻ വേണ്ടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5 ഏക്കർ കൃഷി സ്ഥലം പതിച്ചു കൊടുത്ത് ആ കൃഷിയിൽ പണിയെടുക്കാൻ ആയുധങ്ങൾ കൊടുത്താണ് അദ്ദേഹം ഇവിടെ ഈ ആളുകളെ കുടിയിരുത്തിയത്. നമുക്കറിയാം ആ കാലഘട്ടത്തിലെ അന്നത്തെ പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിയുടെ വിളയാട്ടുകൾ, കാട്ടുപോത്തോടും കാട്ടുപന്നിയോടും അതുപോലെ മലമ്പനിയോടും മലമ്പാമ്പിനോടും അതിജീവിച്ചുകൊണ്ട് പടപൊരുതിയാണ് ഈ കുടിയേറ്റ കർഷകർ ഇന്ന് ഈ കലയമിലേക്കുന്ന തൂക്കുപാലം തുടങ്ങിയ അല്ലെങ്കിൽ മുണ്ടിയെരുവ് തുടങ്ങിയ അല്ലെങ്കിൽ മറ്റ് കല്ലാപ്രദേശം തുടങ്ങിയവർക്ക്
ആ എല്ലുമുറകെ പണിയെടുത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്ത കാലാവസ്ഥ, പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്താണ് ഈ ഭൂമിയിൽ ഒരു പണിയെടുത്ത ഫലമാണ് ഇന്ന് കാണുന്ന വികസനമൊക്കെ. പാമ്പാടമ്പാറ പഞ്ചായത്തും നെടുങ്കണ്ടം പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ കരുണാപുരം പഞ്ചായത്തും ഒക്കെ സംയുക്തമായി നിൽക്കുന്ന പ്രദേശമാണ് ഇവിടെ. 19ാം നൂറ്റാണ്ടിൽ ജനിച്ച് 20ാം നൂറ്റാണ്ടിൽ ജീവിച്ച കേരളത്തിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ, അത് ശ്രീ പട്ടംതാണുപിള്ളയാണ്. അതുപോലെ തന്നെ തിരുക്കൊച്ചിയുടെയും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ, അത് ശ്രീ പട്ടംതാണുപിള്ളയാണ്. ആ പട്ടംതാണുപിള്ളയുടെ നേതൃത്വത്തിൽ അതിൻ്റെ നാമകരണം അനുസ്മരിക്കുന്ന ഈ പട്ടം കോളനി ഇന്ന് സപ്തതി ആഘോഷത്തിന് നിറവില്ല. 70 വർഷത്തെ പാരമ്പര്യമുള്ള ഈ പ്രദേശം ഇനിയും നാൾക്ക് നാൾ വികസിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ നാടിന്റെ വികസനത്തിൽ ഒത്തിരിയേറെ സംഭാവനകളും അങ്ങനെ വ്യക്തിത്വങ്ങളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ ഈ സ്റ്റേജിലുള്ളവരും. ചെക്ക് ഡാം നടത്തുകയാണെങ്കിൽ നമുക്ക് മുണ്ടിയരുമയിലേക്ക് ഇന്നിവിടെ ബഹുമാന പഞ്ചായത്തോട് സൂചിപ്പിച്ച പോലെ ഒത്തിരിയേറെ വിദേശികൾ, ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ മുണ്ടിയരുമയിലേക്ക് ടൂറിസം പോയിന്റിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നമ്മുടെ ഈ തൂക്കുപാലത്തിന് ഇവിടെ ഇങ്ങനെ ഒരു നല്ല ഒരു ചെക്ക് ഡാം ഉണ്ടാക്കുകയാണെങ്കിൽ കടൽ ബോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് അവിടെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കാൻ കഴിയും. അതിന് സിബിയാനോട് സൂചിപ്പിക്കാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജില്ലാ പഞ്ചായത്തിന് വകയായിട്ടും ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്തതായിരിക്കും ഉറപ്പ് നൽകുന്നു. ഈ നാടിന്റെ വികസനത്തിൽ ഒരു കുടിയേറ്റ കർഷക മകൻ എന്ന നിലയ്ക്ക് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും മാത്രം ഉറപ്പ് വന്നുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മുടെ ഈ മേഖലയിൽ ഒരു പഞ്ചായത്ത് എന്ന് സാക്ഷാത്കരിക്കാൻ, പട്ടംകോടിന്റെ പഞ്ചായത്ത് എന്ന് സാക്ഷാത്കരിക്കാൻ പരമകാല ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ജോസ് തെക്കേക്കുറ്റനാശിനി. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാന്യനായ നമ്മുടെ ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഈ 70ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞാൻ കാണുന്നത് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിട്ടാണ്. ശ്രീമതി പ്രേമി ലാലിച്ചൻ അവരുടെ ക്ഷണി. വർഷത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരിയായ അധ്യക്ഷ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഇടുക്കിയുടെ സ്വന്തം മന്ത്രി, നമുക്ക് ഏവർക്കും ഏറെ പ്രിയങ്കരനായ ശ്രീ PN വിജയൻ അവരുടെ ക്ഷണിക്കും. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, വേദിയിലെ മറ്റ് ബഹുമാന്യരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാടിന് 70 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. 70 വർഷത്തിൻ്റെ വളർച്ചയും പുരോഗതിയും നമ്മുടെ നാടിന് ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എൻ്റെ അഭിപ്രായത്തിൽ 70 വർഷത്തിൻ്റെ വളർച്ച നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ താലൂക്കിനും നമ്മുടെ തൂക്കുപാലത്തിനും പരിസര പ്രദേശങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ഒരു 8-10 വർഷത്തിനിടയിൽ ഏതാണ്ട് 12 കോടിയിലധികം രൂപ സംസ്ഥാന ഗവൺമെൻറ് ടൂറിസം വകുപ്പ് ചെലവഴിച്ചിട്ടുണ്ട്. തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന യശസ്വരനായ ശ്രീ പട്ടംതാണുപിള്ള 5 ഏക്കർ വീതം കൊടുത്തത്. അന്ന് നമ്മൾ വളരെ ദരിദ്രരായിരുന്നു ഇവിടെ വന്നവർ. പട്ടം കോളനിയുടെ 70ാമത് വാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ പട്ടം കോളനിയിൽ മാനവ സൗഹൃദം നിലനിൽക്കണം. ക്രിസ്ത്യാനിയായും മുസ്ലിമായും ഹിന്ദുവായും ഈഴവനായും നായരായും പട്ടികജാതിക്കാരനായും വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിക്കാൻ, അത് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഉള്ള സ്വാതന്ത്ര്യം വേണം. നമ്മുടെ എല്ലാം പൂർവികന്മാർക്ക് ഇവിടെ കടന്നു വരാൻ അവസരം കൊടുത്ത 1949 ജൂലൈ 17 രൂപം കൊണ്ട തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പട്ടംതാണുപിള്ളയ്ക്ക് ആദരം അർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റ്, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ അഡ്വക്കേറ്റ് എം ഗോപി അവരുടെ ക്ഷണിക്കും. പട്ടം കോളനി നിവാസികളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, വളരെ ചിട്ടയോടുകൂടി പട്ടം കോളനിയുടെ 70ാമത് വാർഷികം, അതിൻ്റെ ജന്മപ്പിറവി ദിനമായ ജനുവരി മാസം 20-ാം തീയതി മുതൽ നമ്മുടെ റിപ്പബ്ലിക് ദിനമായ 26 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളോടെ ഇന്ന് സമാപിക്കുകയാണ്. പട്ടം കോളനി രൂപീകരണത്തെ സംബന്ധിച്ചും പട്ടം കോളനിയെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തലിന് വേണ്ടി
ഇത്തരം സമ്മേളനങ്ങൾ ഉപകരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ പുതിയതായി രൂപീകൃതമാകേണ്ട പഞ്ചായത്തുകളുടെ എല്ലാം രൂപീകരണം വേണ്ട എന്നുള്ള നിലയിലേക്ക് കോടതി പോലും നിലപാടുകൾ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി. തീർച്ചയായും നെടുങ്കണ്ടവും കരുണാപുരവും പാമ്പാടുംപാറയും പഞ്ചായത്തിൻ്റെ കൂടുതൽ മേഖലകൾ ഉൾപ്പെടുന്ന 50,000-ഓളം ആളുകളുടെ ജനസംഖ്യ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പട്ടം കോളനി പഞ്ചായത്ത് എന്ന സ്വപ്നം വന്നിരുന്നെങ്കിൽ നമ്മൾ ഇന്നുണ്ടാകുന്ന വികസനത്തിനൊപ്പം തന്നെ ഒരാസ്ഥാനമായി നമ്മുടെ മേഖലയൊക്കെ മാറുമ്പോൾ കൂടുതലായ ഗവൺമെൻറ്റുകളുടെ ഇടപെടലുകൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഇടപെടലുകൾ പഞ്ചായത്ത് ആസ്ഥാനങ്ങളിൽ വരും എന്നുള്ളതുകൊണ്ടും വലിയ നേട്ടമായി മാറുവാൻ കഴിയുമായിരുന്നു. പുതിയതായി നമുക്ക് പട്ടം കോളനി ആസ്ഥാനമായി ഒരു പഞ്ചായത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള കർക്കശമായ ഇടപെടലുകൾ ഉണ്ടാകണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത്ര മനോഹരമായ രീതിയിൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയിലൂടെ തൂക്കുപാലം കേന്ദ്രമായി ഇത്തരമൊരു സമ്മേളനം സംഘടിപ്പിച്ച, ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ മുഖ്യ സംഘാടകരെയും നമ്മുടെ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ആണെങ്കിലും എല്ലാ വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ തൂക്കുപാലമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളുടെയും സാന്നിധ്യവും സഹകരണത്തോടും കൂടി നടത്തിയ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ മാതാപിതാക്കളൊഴികെ ബാക്കി എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. നമ്മുടെ ദേശീയ പതാക ഇപ്പോൾ താക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പഴയ തലമുറയിലെ ഈ മേഖല കരുപ്പിടിപ്പിക്കുവാൻ കഠിനാധ്വാനം ചെയ്ത പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പട്ടം ഘടിപ്പിക്കാൻ കഴിഞ്ഞ തൂക്കുപാലം പബ്ലിക് ലൈബ്രറിയെയും കാപ്കോയെയും അതുപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരെയെല്ലാം വളരെ സന്തോഷത്തോടുകൂടി അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. CPIയുടെ ഉടുമ്പൻചോല മണ്ഡലം സെക്രട്ടറി നമുക്കേറെ പ്രിയങ്കരനായ ശ്രീ KG ഓമനക്കുട്ടൻ അവരുടെ ക്ഷണിക്കും. യോഗാധ്യക്ഷ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, നമ്മുടെ പ്രിയങ്കരനായ MP കടന്നു വരുന്നുണ്ട്. സ്വാഗതം. ഏതൊരു വികസന കാഴ്ചപ്പാടുകളിലും വിവാദങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ആ വികസനത്തെ യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒത്തൊരുമ അല്ലെങ്കിൽ കൂട്ടായ്മയാണ് ഉണ്ടാകേണ്ടത്. 70ാമത് വാർഷിക ആഘോഷങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആശംസകൾ അർപ്പിക്കുന്നു. നിർത്തുന്നു. ഇടുക്കിയുടെ ബഹുമാന്യായ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പട്ടം കോളനിയുടെ സപ്തതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാരെ 70 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് കൊടിയ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ച് വളരെ ത്യാഗങ്ങൾ സഹിച്ച് നമ്മളെയൊക്കെ വളർത്തി വലുതാക്കി ഈ നാടിനെ സ്നേഹിച്ച് നാടിനെ പുരോഗതിയിലേക്ക് നയിച്ച നമ്മുടെ മാതാപിതാക്കന്മാർ ഇവിടെ എത്തിയിരിക്കുന്നവരെ ആദരിക്കുന്നതിനായിട്ടാണ് ബഹുമാനപ്പെട്ട MP ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ലൈബ്രറിയുടെ ഒരു നിവേദനം ബഹുമാനപ്പെട്ട MPക്ക് സമർപ്പിക്കുകയാണ്. നമുക്കറിയാം പട്ടം കോളനിയോടൊപ്പം തന്നെ കഴിഞ്ഞ പട്ടം കോളനിക്കൊപ്പം അല്ലെങ്കിലും നമ്മുടെ തൂക്കുപാലത്തെ ഒരു പ്രമുഖ സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ നമ്മുടെ ലൈബ്രറി അടുത്ത വർഷം അതിൻ്റെ 50 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ലൈബ്രറിയുടെ ഒരു കെട്ടിടം എന്നത് നമ്മുടെ ഒരു ദീർഘകാല ആവശ്യമാണ്. അതോടൊപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള സ്ഥലം നമുക്ക് സംരക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനൊരു നിവേദനം നൽകുന്നതിനായിട്ട് ലൈബ്രറിയുടെ സെക്രട്ടറി ഐസ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് സമർപ്പിക്കുന്നു. അതിനായി വ്യാപാരി വ്യവസായിയുടെ ഭാരവാഹികളായ ശ്രീ ശ്രേയസ് ഭദ്രനെയും ശ്രീ P മുഹമ്മദ് ബഷീറിനെയും നിവേദനം നൽകുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ഒപ്പം ഈ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി നമ്മുടെ കല്ലാർ പട്ടം കോളനിയിലെ ആശുപത്രി, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാട്ടിൻ്റെ ഗ്രാമപഞ്ചായത്ത് എന്ന ആവശ്യം, മാർക്കറ്റ്, അതോടൊപ്പം പട്ടയ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിവേദനം നൽകുന്നതിനായി ആഘോഷ കമ്മിറ്റിക്കായി ശ്രീ ജോൺ പുല്ലാട് അവരുകളെ ക്ഷണിക്കുന്നു. സന്യാസിയോട സ്കൂളിൽ നിന്ന് അതിൻ്റെ PTA ഭാരവാഹികളും അവിടുത്തെ അധ്യാപകരും MP കാണുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ കൂടി വേദിയിലേക്ക് പെട്ടെന്ന് ക്ഷണിക്കുകയാണ്. ശ്രീ വിനോദ് സാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ശ്രീ മനോജ് PTA പ്രസിഡന്റ് ഉണ്ടെങ്കിൽ എത്രയും വേഗം ഒന്ന് വന്ന് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
മർത്തോമ പള്ളി വികാരി തുടങ്ങിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദരവ് ചടങ്ങാണ്. ആദരവ് ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ പേര് വിളിക്കുന്നതിനായി ശ്രീ ജോമോൻ താന്നിക്കൽ അവരെ ക്ഷണിക്കുന്നു. 7 പേരാണ് ഉള്ളത്. അതിൽ 2-3 പേരെ നമ്മൾ കുറച്ചു മുമ്പ് മന്ത്രി ആദരിച്ചു. ഇപ്പോൾ കുടിയിരുത്തപ്പെട്ട കർഷകരിൽ ഒരാളായ ശ്രീ മത്തായി വർക്കി, ബ്ലോക്ക് നമ്പർ 1164 പ്രകാശിക്കര. അടുത്തതായി കുടിയിരുത്തപ്പെട്ട കർഷകരോടൊപ്പം കടന്നു വന്നുള്ള സഹധർമ്മിണിമാര് അവർ ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ ആദരിക്കുകയാണ്. ശ്രീമതി ശീലാവതി പത്മനാഭൻ ചെറിയ ഒരു ഉപകാരം മൊമെന്റോ നൽകി നമ്മൾ ഈ സപ്തതി ആഘോഷവേളയിൽ അവരെ ആദരിക്കുകയാണ്. പാമ്പാടമ്പാറ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വേദിയിലേക്ക് കടന്നു വരാം. ഈ വലിയ നിമിഷത്തിൽ പങ്കാളികളാകാം. ബ്ലോക്ക് നമ്പർ 691 ശാരദാമ്മ നാരായണൻ നായർ. അടുത്ത അന്നക്കുട്ടി ത്രേസ്യാമ തോമസ്, ബ്ലോക്ക് നമ്പർ 494 ചെന്നപ്പാറ. വളരെ പതുക്കെയാണ് അവർ വരുന്നത്. വന്ന് അതായത് വന്നു. ശ്രീമതി ആനന്ദവല്ലി കൃഷ്ണൻ നായർ, ബ്ലോക്ക് നമ്പർ 15 കല്ലാർ. ആനന്ദവല്ലി കൃഷ്ണൻ നായർ. അടുത്തത് ശ്രീമതി രാധമ്മ നാരായണൻ, ബ്ലോക്ക് നമ്പർ 21 താന്നുമോട്. അടുത്ത മേനക മാധവ പണിക്കർ. അവരല്ലെങ്കിൽ അവരുടെ മക്കൾ അല്ല ബന്ധുക്കൾ കടന്നു വന്നിട്ടുണ്ട്. അവർ ഈ ആദരവ് ഏറ്റുവാങ്ങുകയാണ്. തൂക്കുപാലം. സരോജിനി അമ്മ നാരായണൻ നായർ, ബ്ലോക്ക് നമ്പർ 1233 തോവാളപ്പടി. സരോജിനി അമ്മ നാരായണൻ നായർ, ബ്ലോക്ക് നമ്പർ 1233 തോവാളപ്പടി. ബ്ലോക്ക് നമ്പർ മറിയാമ്മ ജോസഫ്, ബ്ലോക്ക് നമ്പർ 352 പനച്ചിക്കൽ ചൂറ്റുപാളം. സരോജിനി അമ്മ നാരായണൻ നായർ, ബ്ലോക്ക് നമ്പർ 1233 തോവാളപ്പടി. മറിയാമ്മ മത്തായി, ബ്ലോക്ക് നമ്പർ 231 ചൂറ്റുപാറ. 15 കല്ലാർ. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, സന്തോഷം. ബിൽബിയാഘോഷ് MP ഇപ്പോൾ പൊന്നാടി അണിയിച്ച് മൊമെന്റോ നൽകി ആദരിക്കും. കടന്നു വരണമെന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ആദരവിന് നേരത്തെ വന്ന് സംഘാടക സമിതി കാണുകയും അവരെ സ്വീകരിച്ചിരുത്തുകയും ചെയ്തവരുടെ പേരുകളാണ് വിളിച്ചിട്ടുള്ളത്. ആരെങ്കിലും അതിന് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ സാഹചര്യത്തിൽ വന്നിട്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ കടന്നു വരണം. ശ്രീമതി ശോഭനാമ ഗോപിനാഥൻ, പഞ്ചായത്ത് പ്രസിഡന്റ് കരുണാപുരം. ശ്രീ KR ഉണ്ണികൃഷ്ണൻ നായർ, സംഘാടക സമിതിയുടെ ചെയർമാൻ. ശ്രീമതി ശ്രീദേവി S. ലാൽ, വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് നെടുങ്കണ്ടം. സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ ജോമോൻ താന്നിക്കൽ. അഡ്വക്കേറ്റ് G. ഗോപകൃഷ്ണൻ, വർക്കിംഗ് ചെയർമാൻ. ശ്രീ KS രാജമോഹൻ, ചെയർമാൻ പ്രോഗ്രാം കമ്മിറ്റി ഉൾപ്പെടെ കല്ലാർ പട്ടം കോളനിയുടെ 70ാമത് വാർഷികം സപ്തതി ആഘോഷം വളരെ സമുചിതമായി ഇവിടെ ആഘോഷിക്കുമ്പോൾ അതിൽ ഭാഗമാക്കാകാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന ആളുകളെ നമ്മുടെ ഇപ്പോഴത്തെ ഈ 3-4-5 പഞ്ചായത്തുകളിലായി വിന്യസിച്ചു എന്ന് പറയപ്പെടുന്ന തരത്തിൽ തന്നെ അന്ന് പ്രത്യേകമായി പട്ടയം നൽകിയ ആ ഒരു വലിയ അനുഭവം, അതിനുവേണ്ടി സർക്കാരിൻ്റെ പ്രോത്സാഹനം ലഭിച്ചതായിട്ടുള്ള ആ ഒരു വലിയ അനുഭവം ഈ നാടിൻ്റെ ഏറ്റവും മഹനീയമായ ചരിത്രമാണ്. തീർച്ചയായും ഇത് ആഘോഷിക്കപ്പെടുക തന്നെ വേണം. 70 വർഷത്തിന് ശേഷം നമ്മൾ ജീവിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് നമ്മുടെ മുൻപിലുള്ളത്. കാലങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപക്ഷെ ഒന്നും സാധ്യതയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ
കൃഷി ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊരു സാധ്യതയും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയതായ പരിശ്രമങ്ങൾ തങ്ങളുടെ അധ്വാനം മാത്രം കൈമുതലാക്കി അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ലാഭം ലഭിച്ചാൽ അതിൽ നിന്നും കൂടുതൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഈ മണ്ണിലേക്ക് കുടിയേറി പാർത്ത പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ചതായ മഹാത്യാഗം എത്ര നമ്മൾ പറഞ്ഞാലും എത്രത്തോളം അതിനെ മഹത്വൽക്കരിച്ചാലും മതിയാവില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആളുകളെ നേരിട്ട് ആദരിക്കാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അന്നത്തെ അച്ഛനമ്മമാരും അല്ലെങ്കിൽ അതിനു മുന്നേ ഒരു തലമുറ ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ അന്നത്തെ നിയമാവലി അനുസരിച്ച് എന്നോട് പറഞ്ഞതനുസരിച്ച് 20 വയസ്സ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകളാണ് അന്ന് കുടിയേറി പാർത്തത്. ഇന്നിവിടെ ആദരിക്കപ്പെട്ടവരുടെ ആവറേജ് ഒരു പ്രായപരിധിയും ഏതാണ്ട് 100 വയസ്സിലേക്ക് അടുക്കുന്ന ആ ഒരു സ്ഥിതിയാണ്. 80, 90 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്ഥിതിയാണ്. അന്നത്തെ ചെറുപ്പക്കാരാണ്. കുടിയേറ്റം എന്നത് സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നെന്നും സർക്കാരായിരുന്നു അതിന് പ്രോത്സാഹനം. കേരള സംസ്ഥാനത്തിൻ്റെ മഹത്തായ ചരിത്ര രചനയിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമായിരുന്നു എന്നുള്ളതും ഇന്ന് കുടിയേറ്റത്തെ സംബന്ധിച്ച് വിവാദമാക്കി അവിടെയൊക്കെ ഇല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിജീവനത്തിന് വേണ്ടി ഇപ്പോഴും നമ്മുടേതായ തരത്തിൽ പ്രവർത്തിച്ച പൂർവ്വകാല തലമുറയെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ കുടിയേറ്റത്തെ അതിൻ്റെതായ തലത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയതായിട്ടുള്ള നിലപാടുകൾ എല്ലാ നിലയിലും അത് പരിപാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് പ്രോത്സാഹനം നൽകേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയാണ്. പാർലമെന്റിൽ പാസ്സാക്കി ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കിയ നിയമങ്ങളാണ്. അത് പിൻവലിക്കേണ്ടി വന്നു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ കർഷക സമരമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. അപ്പോൾ തെറ്റുപറ്റുക എന്നുള്ളത് വസ്തുതയാണ്. എങ്ങനെയാണ് തെറ്റുപറ്റുക? ഭരണതലത്തിൽ നയപരമായ ഇടപെടലുകൾ നടത്തുമ്പോൾ ലെജിസ്ലേഷനിൽ നിയമനിർമ്മാണ രംഗത്ത് തെറ്റുപറ്റുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് അതെല്ലാം. ഇവിടെ ഈ വനനിയമ ഭേദഗതി പിൻവലിക്കപ്പെട്ടതും ആ ഒരു തരത്തിൽ തന്നെ നമ്മൾ കാണും. അപ്പോൾ നാടിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ മനസ്സിലാക്കി നിയമനിർമ്മാണം ഉണ്ടാവണം. ഇവിടെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഏതോ കാലഘട്ടത്തിൽ ഒരു ബ്രിട്ടീഷുകാരുടെ ഒക്കെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പുസ്തകങ്ങളിലാണ് പഠിച്ചിട്ടുള്ളത്. ഏതാണ്ട് അതുപോലെയൊക്കെ പെരുമാറുന്ന പല ഉദ്യോഗസ്ഥന്മാരെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് കടന്നു പോകാനുള്ള അവസരം തേടി നടക്കുന്ന എത്രയോ ചെറുപ്പക്കാർ പൂർവ്വപിതാക്കന്മാർ അത്യധ്വാനം ചെയ്ത് ഈ മണ്ണിനെ പൊന്നാക്കി മാറ്റി, ഈ നാടിനെ സ്വർഗ സമാനമാക്കി മാറ്റി. പക്ഷേ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടത് അത് ഇന്നത്തെ തലമുറയുടെ ഒരു വലിയ ഉത്തരവാദിത്വവും ദൗത്യവുമാണ്. പോലെ ഏത് ഗവൺമെന്റ് അധികാരത്തിലിരുന്നാലും അത് മാറി മാറി വരുന്ന സർക്കാരുകൾ, ഐക്യജനാധിപത്യ മുന്നണിയാണെങ്കിലും ഇടതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിലും ഏത് ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന BJP ആണെങ്കിലും ഒരു നാടുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം ഉണ്ടാകുമ്പോൾ ഭരണപരമായ ഇടപെടലും ഉണ്ടാകുമ്പോൾ അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ സാധാരണക്കാർ, അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ റിപ്പബ്ലിക് ദിനമാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വാക്യം നമ്മളെല്ലാവരും അനുകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിർവചനങ്ങൾ, അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള മൂല്യവത്തായ നേട്ടങ്ങൾക്ക് പര്യാപ്തമായത് എന്നും നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മഹത്തായ സങ്കല്പങ്ങളെ സന്നിവേശിപ്പിച്ചുകൊണ്ട് നിയമവാഴ്ച ഉറപ്പുവരുത്തുന്ന, നിയമവ്യവസ്ഥയെ ഉറപ്പുവരുത്തുന്ന ഭരണഘടന യാഥാർത്ഥ്യമാക്കിയതിൻ്റെ എല്ലാം അന്തസത്ത ഗാന്ധിജിയുടെ ഉദ്ബോധനങ്ങൾ തന്നെയായിരുന്നു. പരസ്പര സഹിഷ്ണുതയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള മഹത്തായ സങ്കല്പങ്ങളുടെ എല്ലാം ഒരു കൂടിച്ചേരലാണ്
ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹത്തായ രാജ്യം. അപ്പോൾ ആ ഒരു തരത്തിൽ നിയമവാഴ്ച ഉറപ്പുവരുത്തപ്പെട്ട ഈ രാജ്യത്ത് തീർച്ചയായും ആ നിയമപരിപാലനം എല്ലാവർക്കും തത്തുല്യമായി, അല്ലെങ്കിൽ ആ നിയമത്തെ ഏതൊരാൾക്കും അവനവൻ്റെ ആ ഒരു അവകാശാധികാരങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ തന്നെ അതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായും ചരിത്രകാല സ്മൃതിയുടെ അയവറക്കായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. ഈ നാടിൻ്റെ പ്രൗഢമായ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നു, നാളെയുടെ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നു. അതിനുവേണ്ടി ഉള്ള ഒരു ഒത്തുചേരലായി നമ്മളിവിടെ ആയിരിക്കുകയാണ്. തീർച്ചയായും ആത്മവിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. ഒരിക്കലും അത് കൈവിടാതെ, ആത്മധൈര്യം കൈവിടാതെ, ഏതു തരത്തിലുള്ള പ്രതിസന്ധിയാണെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത പൂർവ്വകാല തലമുറയെ സാക്ഷി നിർത്തിക്കൊണ്ട്, ആ ചരിത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് വരും കാല യാഥാർത്ഥ്യങ്ങളെ മറികടന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ആശംസകൾ മാത്രം ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഈ വാർഷിക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഉജ്ജ്വലമായ ഒരു സംഘാടക സമിതി അത് യാഥാർത്ഥ്യമാക്കി. വളരെ നാളുകളായി അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടിയിട്ടുള്ള ഒരുമിക്കലായ ഒരു കൂട്ടായ്മയായി പട്ടം കോളനിയുടെ ഈ വാർഷിക ആഘോഷ സംഘാടക സമിതി മാറി. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വാക്കുകൾ ചുരുക്കട്ടെ. ജയ് ഹിന്ദ്. അത് പലതരത്തിലുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ടൗൺ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ലൈബ്രറിയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, സ്കൂളിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എല്ലാം ലഭിച്ചിട്ടുണ്ട്. ആ നിവേദനങ്ങളെല്ലാം അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ ഞാൻ പരിഗണിക്കുന്നതാണ് എന്നറിയിക്കുന്നു. ടൗണിൽ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് കൂടി സ്ഥാപിക്കണമെന്നുള്ള നിർദ്ദേശം വ്യാപാരി വ്യവസായ ഏകോപന സമിതി പറഞ്ഞത് അത് അനുവദിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഒരെണ്ണം നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു, ഇനി ഒരെണ്ണോടെ വേണ്ടതുണ്ട് തൂക്കുപാലത്തിൻ്റെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അനുവദിച്ചതായി പ്രഖ്യാപിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട്, കളക്ട്രേറ്റുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അത് അതിൻ്റെ ലൈബ്രറിയുടെ കാര്യം അത് തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എൻ്റെ ഒരു ചെറിയൊരു സാങ്കേതികം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പരിഹരിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എൻ്റെതായ രീതിയിൽ ഇടപെട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് പൊതുവായി പറയാനുള്ളത്. എല്ലാവർക്കും ആശംസകൾ. 98 നമ്മുടെ ബന്ധുക്കൾ ആരോ കടന്നു വന്നിട്ടുണ്ട്. വന്ന് അത് ആദരവ് പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വന്ന് സ്വീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അമ്മയുടെ കൊച്ചുമകൻ ഇപ്പോൾ വന്ന് അത് ഏറ്റുവാങ്ങും. ബൈച്ചേട്ടൻ ജി ബൈജു ഇപ്പോൾ അത് അമ്മയുടെ പേരിൽ അത് ഏറ്റുവാങ്ങുകയാണ്. ഇനി ആരെങ്കിലും ഈ ആദരവിന് പങ്കെടുക്കുന്നവർ വന്നിട്ടുണ്ടെങ്കിൽ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നു. ഈ ഒരു സമ്മേളനത്തിൽ കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട എംപിയെ പ്രതി നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തെ സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛൻ, ഒരു ചുരുങ്ങിയ വാക്കുകൾ നമുക്ക് വേണ്ടി ആശംസ നൽകുന്നു. എനിക്കും ഭാഗമാകുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ വേദിയിൽ തന്നെ അനേക വിശിഷ്ട വ്യക്തികൾ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ ഈ കല്ലാർ പട്ടം കോളനിയുടെയൊക്കെ ചരിത്രം വളരെ നന്നായിട്ട് അറിയാം. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ മെയ് മാസമാണ് ഇവിടെ വന്നത്. അപ്പോൾ ആ കുറച്ച് നാളത്തെ പരിചയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് വായിച്ചിട്ടൊക്കെയാണ് വന്നത്. അതിന് ഇടയായി തീർന്നത് എൻ്റെ ഇടഭാഗം കൂടിയായിരുന്ന മിസ്റ്റർ ജോൺ പുല്ലാട് എഴുതിയ കല്ലാർ പട്ടം കോളനി ചരിത്ര വഴികളിലൂടെ എന്നുള്ളൊരു പുസ്തകമായിട്ട് വായിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നത്തെ ഒരു കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ ചരിത്രം എന്താണ്, കഴിഞ്ഞ നാളുകളിലെ അനുഭവിച്ചതായിട്ടുള്ള യാതനകളൊക്കെ എന്താണെന്നൊക്കെ വിസ്മരിച്ചു പോകുന്നതായിട്ടുള്ള ഒരു അനുഭവം നമുക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കല്ലാർ പട്ടം കോളനിയുടെ സപ്തതി ആഘോഷത്തിലാണ് ആയിരിക്കുന്നത്. 5 വർഷം കൂടെ കഴിയുമ്പോൾ 75 ആഘോഷമാണ്. എൻ്റെ ഒരു സംശയം ഇതാണ്, 100 വർഷമാകുമ്പോൾ ഇവിടെ ഇത് ആഘോഷിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കാണുമോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. ഇപ്പോഴേ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം ഇതാണ്, നമ്മുടെ 60 വയസ്സ് പ്രായമുള്ള നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളോട് കഥ പറഞ്ഞു കൊടുക്കണം. മോനെ, ഇങ്ങനൊരു ജീവിതം നമുക്കുണ്ടായിരുന്നു, കുഞ്ഞെ ഇങ്ങനൊരു ജീവിതം നമുക്കുണ്ടായിരുന്നു, ഇങ്ങനെ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇടുക്കിയെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ഇടുക്കി വളരെ ഇഷ്ടമുള്ള ഒരു ജില്ലയാണ്.
ഒക്കെ ചരിത്രം പറഞ്ഞു കൊടുക്കുവാനായിട്ട്, കഥകളിലൂടെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് എന്നെ സംബന്ധിച്ച് ഈ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നന്നായിട്ട് കഥ പറഞ്ഞു കൊടുക്കുവാനായിട്ട് അറിയാവുന്നത്. ഈ 30 വയസ്സൊക്കെ വേണമോ കഥയൊന്നും പറയാറത്തില്ല, കാര്യം പറയാനേ അറിയത്തുള്ളൂ. കാര്യം പറഞ്ഞ് ശരിയായില്ലെങ്കിൽ വഴക്കുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ നമ്മളിപ്പോൾ നോക്കിക്കോണം, നമ്മളെയൊക്കെ വിറപ്പിച്ചതായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ കൊച്ചുമക്കളായി കഴിയുമ്പോൾ എന്തോ പാവങ്ങളാവർ. അപ്പോൾ അങ്ങനെയുള്ളപ്പം അവരോട് കഥ പറഞ്ഞു കൊടുത്ത് എല്ലാ കാര്യങ്ങളും പറയണം. എങ്ങനെയാണ് ബാലഗ്രാമം എന്നുള്ള പേര് വന്നത്, എങ്ങനെയാണ് തൂക്കുപാലം എന്നുള്ള പേര് വന്നത്, എങ്ങനെയാണ് പൈലിക്കാനം എന്നുള്ള പേര് വന്നത്, ഇതൊക്കെ ഞാൻ വായിച്ചപ്പം എനിക്ക് മനസ്സിലായി. എത്ര പേർക്ക് ഇവിടെ, കുറേ പേർക്കെങ്കിലും തീർച്ചയായിട്ട് അറിയാം എന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. സംഘാടക സമിതിയോടുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്. താങ്ക് യു. ബഹുമാനപ്പെട്ട അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിനായി ജമാഅത്ത് ഫെഡറേഷൻ്റെ ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സ്നേഹിതനുമായ ശ്രീ അബ്ദുൾ റസാഖ് മൗലവി അവറുകളെ. ബഹുമാനരായ യോഗാധ്യക്ഷ, വേദിയിലും സ്റ്റേജിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, മത നേതാക്കളെ, കിഴങ്ങുകളും പലവർഗ്ഗങ്ങളും ഒക്കെ ഭക്ഷിച്ച് വർത്തമാന കാലഘട്ടമാകുന്ന ഇന്ന് ഞാനും നമ്മളും നിലകൊള്ളുന്നതിന് വേണ്ടിയുള്ള ത്യാഗോജ്ജലമായ ഇന്നലത്തെ ജീവിതത്തിൻ്റെ കാണപ്പെട്ട അടയാളങ്ങളാണ് ഞാനും നമ്മളും. അതുകൊണ്ട് തന്നെ ഇന്നലകളുടെ ചരിത്രങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സാംസ്കാരിക മത നേതാക്കളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രതിനിധികളുമൊക്കെ തന്നെ കൈകോർത്ത് ഒന്നിച്ച് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര വിശാലമായ ഒരു ജീവിതാന്തരീക്ഷം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത്. സഹോദരങ്ങളെ, നമുക്കറിയാം, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മേഖലയായി ഈ 2-3 പഞ്ചായത്തുകൾ, അത് നെടുങ്കണ്ടവും പാപ്പാടംപാറയും അതുപോലെ തന്നെ കരുണാപുരവും ഒക്കെ ചേർന്ന് കിടക്കുന്ന ഈ പട്ടം കോളനി എന്തുകൊണ്ടും ഒരു സമാധാന അന്തരീക്ഷം നിലകൊള്ളുന്ന ഒന്നാണ്. ഇതുപോലത്തെ ഒരു കൂട്ടായ്മകൾ നമുക്കറിയാം, നാമൊക്കെ നമ്മളുടെ മുൻഗാമികൾ ഒന്നിച്ച് ജീവിച്ചവരാണ്. സമൂഹത്തെയും മക്കളെയും കുടുംബത്തെയും ഒക്കെ ഒന്നിച്ച് പിടിച്ച് എല്ലാവരെയും ഒന്നുപോലെ കണ്ട് വർഗീയതയോ വർണ്ണ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ മതവ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ എന്ത് വിഷയങ്ങളിലും നേതൃത്വങ്ങൾ തമ്മിലുള്ള ആ ഒരു അലൈൻമെൻറ്റ് എല്ലാം ഒന്നിച്ച് കണ്ടവർ, ഒരു സാഹോദര്യത്തോടും സമാധാനത്തോടും കൂടി നിലകൊണ്ടവർ, അവരുടേതാകുന്ന ഒരു ദീർഘവീക്ഷണവും അവരുടേതാകുന്ന ഇടപെടലുകളും ഒരു സാമുദായിക ബന്ധങ്ങളുമാണ് ഈ നാടിനെ ഇതിൻ്റെതാകുന്ന സന്തുലിതാവസ്ഥയോടുകൂടി ഇവിടെ നിലനിൽക്കാനും ഇന്ന് നമുക്കിങ്ങനെ ഒന്നിക്കുവാനും നമുക്ക് കഴിഞ്ഞത്. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയായ ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, നമ്മുടെ ആദരിക്കൽ ചടങ്ങ് നടത്തിയ DKMB ഡീൻ കുര്യാക്കോസ്, തൂക്കുപാലം നിവാസികളെ, നമ്മളിന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസം, ഈ ഒരാഴ്ച കാലമായിട്ട് ഇവിടെ തൂക്കുപാലം ടൗണ് ഉത്സവലഹരിയിലായിരുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഈ സംഘാടക സമിതിക്ക് ഏറ്റവും കൂടുതൽ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഇപ്പോൾ നേരിടുന്ന ഈ ചരിത്രം എന്താണെന്ന് അറിയാൻ മേലാത്ത വായനാശീലം കുറവുള്ള യുവതലമുറകൾക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി നമ്മുടെ ചരിത്രം എല്ലാവരെയും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, എല്ലാ ഒത്തൊരുമയോടുകൂടി ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങളെല്ലാവരും യുവതലമുറകൾക്ക് ഈ ചരിത്രം അറിയിച്ചു കൊടുക്കുവാനായിട്ടൊരു വേദി ഒരുക്കിയത് കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച കാപ്കോയോടും നമ്മുടെ ലൈബ്രറിയോടും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ മുകേഷ് മോഹനൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ വന്നതേ ഉള്ള അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 വാക്കിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. പട്ടം കോളനിക്ക് 70 വയസ്സ് തികയുകയാണ്. 70 പതിറ്റാണ്ട് കാലം ഈ നാടിനെ മുന്നോട്ട് നയിച്ച ധാരാളം ആളുകൾ പല കാലങ്ങളിൽ പല സമയങ്ങളിൽ യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ലാതെ ഈ നാടിനെ ഒന്നായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിനെ നയിച്ചവരെയെല്ലാം ഓർക്കാൻ കൂടിയുള്ളൊരു അവസരമായി 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികൾക്ക് കഴിയണം. കോളനി രൂപീകരിച്ചതിന് ശേഷമുള്ള പോരാട്ടങ്ങളും ചെറുത്തുനിൽപ്പുകളും ത്യാഗങ്ങളുമൊക്കെയാണ് എപ്പോഴും ഓർത്തിരിക്കുന്നത്. അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ചരിത്രം പൂർണ്ണമാക്കുകയുള്ളൂ. ആ പൂർണ്ണതയിലേക്ക് നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നടക്കാൻ കഴിയണം. സദസ്സിലുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 70 ആണ്ടുകൾ പിന്നിടുന്ന പട്ടം കോളനിയുടെ ചരിത്രത്തെ സംബന്ധിച്ച് ഇവിടെ വളരെ വിശദമായി സംസാരിക്കുകയുണ്ട്. പട്ടം താണുപിള്ള എന്ന് പറയുന്ന മഹാനായ ജനകീയനായ ഒരു ഭരണാധികാരി ദീർഘവീക്ഷണത്തോടു കൂടി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ
ചരിത്രപരമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാക്കാണ് 70 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 70 വർഷം തികയുന്ന ഈ പട്ടം കോളനിയുടെ എല്ലാവിധമായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നാളുകളിലേക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യുവാൻ കഴിയും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി, വികസന കാഴ്ചപ്പാടോടുകൂടി ഒട്ടേറെ മാറ്റങ്ങൾ ഈ മേഖലകളിലേക്ക് ഇനിയും കടന്നു വരുവാനുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് ഒത്തൊരുമിച്ച് എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വികസന കാര്യത്തിൽ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് നിന്നുകൊണ്ട് ഇതിൻ്റെ പുരോഗതിക്കായി, വികസനത്തിനായി ഇന്നലകളെ ഓർത്തുകൊണ്ട് ഇന്നലകളെ മറക്കാതെ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിന്ന് പോരാടാം. പട്ടം കോളനിയുടെ സമഗ്ര വികസനത്തിനായി നമുക്ക് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകരായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉണ്ണി സാർ, ശ്രീ ജോമോൻ, ശ്രീ ഗോപകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു മിനിറ്റ് ആശംസ നേരുന്നതിന് വേണ്ടി നമ്മുടെ മർച്ചന്റ് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ ശ്രേയസ് ഭദ്രൻ അവരെ ക്ഷണിക്കുന്നു. ബഹുമാന്യായ യോഗാധ്യക്ഷ, ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ഈ വ്യാപാര സംഘടന എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രദേശത്തെ പൊതുജനങ്ങൾ വിചാരിക്കുന്നത് പൊതുജനങ്ങളെ പിഴിഞ്ഞ് ലാഭം ഉണ്ടാക്കാൻ മാത്രം വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന. എന്നാൽ അതൊന്നുമല്ല കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഈ പട്ടം കോളനിയുടെ 70 വർഷത്തെ ചരിത്രം എടുത്താൽ അതിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും മുന്നണി പോരാളിയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന പ്രസ്ഥാനം നിലനിന്നിട്ടുണ്ട്. അതിൻ്റെ 1-2 ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഈ 3 പഞ്ചായത്തുകളിലായി കിടക്കുന്നത് കൊണ്ടാണ് തൂക്കുപാലത്തിനൊരു വികസനമില്ലാത്തതെന്ന് മനസ്സിലാക്കി പൊതുജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഈ പട്ടം കോളനി പഞ്ചായത്ത് ഉണ്ടാക്കാൻ അതിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ 2 പേരുടെ പേര് പറയാതിരിക്കുവാനും വയ്യ. നമ്മുടെ പ്രിയങ്കരനായ KR സുകുമാരൻ നായർ സാറും ശ്രീമതിരം ശശികുമാറും അവരുടെ 2ന്റെ നേതൃത്വത്തിൽ നമ്മൾ പല പ്രാവശ്യം തിരുവനന്തപുരത്ത് പോവുകയും പട്ടം കോളനി പഞ്ചായത്ത് തൂക്കുപാല ആസ്ഥാനമായി പ്രഖ്യാപിച്ചു. പത്രങ്ങളിൽ അത് വന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് 59 പഞ്ചായത്തുകൾ കോടതി ഇടപെടലിനെ തുടർന്ന് നിർത്തിവെക്കാനുണ്ടായ കാരണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തും പെട്ടുപോയതല്ലാതെ മറ്റൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ആ പട്ടം കോളനി പഞ്ചായത്ത് രൂപീകരണത്തിന് വേണ്ടി ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ആ സ്ഥാനം എവിടെയായാലും വിഷയമില്ല. തൂക്കുപാലം വന്ന മുണ്ടേരിയം വന്ന വേർതിരിവേ ഇല്ല. പട്ടം കോളനി എന്ന് പറയുന്ന നമ്മുടെ ആ വികാരത്തിന്, ആ സ്ഥലത്തിന്, അതിൻ്റെ വികസനത്തിന് കൂട്ടായി നിന്നുകൊണ്ട് അത് നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഈ സപ്തതി ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും PRDSന്റെ പ്രതിനിധിയുമായ ജ്ഞാനസുന്ദർ സാറിനെ ക്ഷണിക്കുന്നു. നമ്മളെ സംബന്ധിച്ചോളം പഴയ കാലത്ത് വന്യമൃഗങ്ങളെ നേരിട്ടതുപോലെ തന്നെ ഇപ്പോൾ പുതിയ വനനിയമങ്ങൾ വന്ന് വന്യജീവികൾക്ക് സംരക്ഷണം നൽകുന്ന സമീപനങ്ങളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വന്യമൃഗങ്ങൾക്ക് കൂടുതൽ സംരക്ഷണവും സാധാരണ കൃഷിക്കാർക്കും സാധാരണക്കാർക്കും ദുരിതം നൽകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും പട്ടം കോളനിയിലെ ജനങ്ങളും അതേപോലെയുള്ള ഉത്കണ്ഠ പങ്കുവെക്കുകയാണ്. വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്ന സർക്കാരുകളുടെ നിലപാടുകൾ തിരുത്തണം എന്നാണ് ഒരു പട്ടം കോളനിയിലെ ഒരു താമസക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾ ഉണ്ണിസാർ ഉൾപ്പെടെ, ഗോപകൃഷ്ണൻ, രാജ്മോഹൻ, ജോമൻ ഉൾപ്പെടെയുള്ള എൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയിക്കും. കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി ശ്രീ സിബി കിഴക്കമുറിയെ ക്ഷണിക്കും. വേദിയിലുള്ള ബഹുമാനപ്പെട്ടവരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയങ്കരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ 70ാം പട്ടം കോളനിയുടെ 70ാം പിറന്നാളിൻ്റെ ഒരു വർഷം നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ സമാപന യോഗം നടക്കുകയാണ്. ഇനി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇതിലും ഓരോ മാസങ്ങളിലും വിവിധ പ്രദേശങ്ങളിൽ വെച്ച് വിവിധ പരിപാടികൾ ഉണ്ടാകും.
തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവരെയും ഒന്നും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഉണ്ണിസാറും ജോമോനും ഞാനും ഞങ്ങളുമൊക്കെ ഇത് കഴിഞ്ഞാലും നമ്മൾ നിങ്ങളെയൊക്കെ സമീപിച്ചു വരും. ഉദാരമായി സഹായിക്കണം. ഈ പരിപാടികൾ കഴിഞ്ഞ് ബാധ്യത ഉണ്ടാകാൻ ഉണ്ണിസാറിന് സ്ഥലം വിൽക്കേണ്ട ഗതികേടൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംഘാടക സമിതിയുടെ ഭാഗമാണെങ്കിൽ പോലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ധാരാളം പേര് സ്റ്റേജിൽ ഇരിപ്പുണ്ട്. അവരോട് ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ട് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ചേട്ടൻ മർക്കോസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ നമ്മുടെ മുൻനിരയിൽ വന്നിരുന്നിട്ട് 2-3 മണിക്കൂറായി. ചേട്ടൻ തന്നെ എഴുതിയ നമ്മുടെ ഈ പട്ടംകൊളിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗാനം അദ്ദേഹം ഈ വേദിയിൽ ആലപിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മണ്ണിൽ നിന്നു കൊണ്ടോർക്കട്ടെ സാദരം, ഈ മണ്ണിൽ നിന്നു പാടട്ടെ സാദരം, ഈ മണ്ണിലാദ്യമായി മാനവ മൈത്രിയാൽ ആദരണീയരെ ഓർക്കട്ടെ സാദരം. ദിക്കുതിരിയ സ്വരാരണ്യകത്തിൽ വിറ്റും പെറുക്കിലും വന്നൊരിക്കൽ, ദിക്കുതിരിയ സ്വരാരണ്യകത്തിൽ വിറ്റും പെറുക്കിലും വന്നൊരിക്കൽ, വിണ്ടലത്തോളമുയർന്ന വനത്തിലെ ഹിംസജന്തുക്കൾ നിറഞ്ഞ മണ്ണിൽ വിഭ്രമത്തോടൊത്തുകൂടി സഹോദര ബന്ധം പുലർത്തിയും തമ്മിൽ തുണയ്ക്കും കൂട്ടുകുടുംബം പുലർന്നു നമ്മൾ ഒരു പാത്രത്തിൽ നിന്നൊരുമിച്ചു ഭക്ഷിച്ചതും, വന്യമൃഗങ്ങളെ ഓടിച്ചുയർത്തി മണ്ണിൻ്റെ ചൂരും പുകയും ഒരുമിച്ചു വീറോടെ മണ്ണിൽ പൊരുതി ഇങ്ങേറെ തളർന്നും വിശപ്പാൽ വലഞ്ഞതും ഓർക്കുന്നുവോ ആദിവ്യാധികളാ കാട്ടിൽ കൊമ്പുകുലുക്കി നടത്തിയ വേഷയിൽ അന്നു നാം കേട്ടോ വിഷവനത്തിൻ്റെ രോദനം, അന്നു നാം കേട്ടോ വിശപ്പിൻ്റെയും വിളി. ആർത്തുപെയ്തിടുന്ന വർഷവാദങ്ങൾ പേർത്തും കുടിലുകൾ ചോർന്നൊലിച്ചു ഒട്ടുമുക്കാലും വീട്ടിൽ പുകയില്ല തീയില്ല പട്ടിണി തന്നിൽ മുഴുകിക്കഴിഞ്ഞവർ. അന്തരംഗങ്ങളിൽ ഈശ്വര ചിന്തയും ഭക്തിയും കാത്തു സൂക്ഷിച്ചിരുന്നപ്പോഴും നാവിലോരെ മന്ത്രമാരും ഉരുവിട്ടു നാളെ ധ്യാനിച്ചിരുന്നവർ നാം. ഏറുമാടങ്ങളിൽ അന്തിയുറങ്ങയും ആളും വിധത്തിലെന്നഗ്നി കത്തിക്കയും കൊമ്പും കുടൽ വിളി വായച്ചയം കൊണ്ടു ഭീതിയകറ്റി കഴിഞ്ഞൊരു നാളുകൾ. കാലപ്പകർച്ചയാൽ കൊയ്ത്തും കുരവും കാടിൻ്റെ കണ്ഠത്തിൽ നിന്നുയർന്നു കാട്ടുപാതകൾ വെട്ടി നിരത്തിയതിൽ കാളവണ്ടി ചക്രങ്ങൾ പുതച്ചുരുളുന്നതും കണ്ടു നാം കാട്ടാറുകൂലങ്ങളിൽ കുത്തി പൂങ്കാരമോടൊരുകുന്നതും കണ്ടു നാം. കാട്ടുകിളികൾ കിളച്ചതു കേട്ടുന്ന കാട്ടാനക്കൂട്ടങ്ങൾ ചിഹ്നം വിളിച്ചതും കുന്നിൻ ചെരുവിൽ വെടിയേറ്റു വീണരോ പുള്ളിമാൻ പേട കരഞ്ഞതും കേട്ടു നാം. കാട്ടുകിളിതൻ ചിറകടിയൊച്ചയും കാട്ടാനക്കൂട്ടങ്ങൾ ചിഹ്നം വിളിച്ചയും കുന്നിൻ ചെരുവിൽ വെടിയേറ്റു വീണര പുള്ളിമാൻ പേട കരഞ്ഞതും കേട്ടു നാം. കാട്ടുതീയിൽ പെട്ടുകൂടും കുരുവിയും കത്തിക്കരിഞ്ഞതും കണ്ടറിഞ്ഞു എത്ര ദീനസ്വരങ്ങൾ വിലാപം മുറവിളി പാരം ഞെരുക്കങ്ങടുതായ തീർപ്പുകൾ.
പിന്നിട്ട ജീവിതപാതയിൽ നമ്മൾ കണ്ടതും കൊണ്ടതും വേദനകൾ മാത്രം. വേദനയാണെന്നുമേതൊരു നേരത്തും വേദന തന്നെ മുഴുകിക്കഴിഞ്ഞവർ. വേദങ്ങളെന്ന വെളിച്ചം കിന കണ്ടു ദുഃഖം മറന്നു ചിരിച്ച മനുഷ്യനാം. പട്ടംകോളനിയുടെ ചരിത്രം, നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ചരിത്രം തൻ്റെ സ്വന്തം വരികളിലൂടെ എഴുതി ഇവിടെ വായിച്ച് നമുക്ക് അത് പകർന്നു നൽകിയ പ്രിയപ്പെട്ട മർക്കോസ് ചേട്ടനെ സംഘാടക സമിതിക്ക് വേണ്ടി അതിൻ്റെ വർക്കിംഗ് ചെയർമാൻ ശ്രീ ഗോപാലകൃഷ്ണൻ ആദരിക്കുന്നു. സംഘാടക സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ SDPIയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ KA സിറാജ് അവരുകളെ ക്ഷണിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ, സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തമിഴ്നാടിൻ്റെ തീരപ്രദേശത്ത് തമിഴ്നാട് മേഖല ചേർന്ന് കിടക്കുന്ന അന്നത്തെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ പട്ടംതാണുപിള്ള സാർ വിവിധ ജില്ലകളിൽ നിന്നും കുടിയിരുത്തപ്പെട്ട വിവിധ ജില്ലകളിൽ നിന്നും കർഷകരെ വിളിച്ചു വരുത്തി അവർക്ക് 5 ഏക്കർ ഭൂമി നൽകുകയും അതുപോലെ തന്നെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ 5 ഏക്കർ ഭൂമി പതിച്ചു നൽകുകയും ആ പതിച്ചു നൽകിയ സ്ഥലത്തിൻ്റെ പേരാണ് നമ്മളിന്ന് ജീവിക്കുന്ന പട്ടം കോളനി. യോഗാധ്യക്ഷ, വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട പട്ടംതാണുപിള്ള സാറിൽ നിന്നും ബ്ലോക്ക് കിട്ടി ഈ നാട്ടിലേക്ക് വന്നവർ, അവർ വളരെ ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മുടെ പട്ടം കോളനിയെ ഇത്രമാത്രം വികസനത്തിലേക്ക് എത്തിക്കാനുണ്ടായ സാഹചര്യമുണ്ടായത്. നമ്മുടെ പൂർവികരെ ഓർക്കാൻ, ഈ വേദിയിൽ നിൽക്കാൻ സാഹചര്യം ഉണ്ടാക്കി തന്ന ഈ സംഘാടകരെ PDPയുടെ എല്ലാവിധ പിന്തുണയും മുന്നോട്ടുള്ള എല്ലാ പരിപാടികൾക്കും അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. തൂക്കുപാലം ജമാഅത്ത് കൗൺസിലിൻ്റെ സെക്രട്ടറി ശ്രീ ഈസ കഞ്ഞാർ അവരുകളെ ക്ഷണിക്കും. പട്ടം കോളനിയുടെ 70ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ ധന്യമായ ഒരു മുഹൂർത്തത്തിൽ ഈ പരിപാടിക്ക് തൂക്കുപാലം നൂർ ഹുദ ജമാഅത്തിൻ്റെ ആയി എല്ലാവിധ ആശംസകളും എല്ലാ സപ്പോർട്ടുകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കേണ്ടത് ബ്ലോക്ക് സെക്രട്ടറിയും കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ പ്രിയപ്പെട്ട അബ്ദുൾ അസീസ് സാർ ആയിരുന്നു. സാറ് സംഘാടക സമിതി അംഗം കൂടി ആയതുകൊണ്ട് പിന്നീട് ആകാമെന്ന് പറഞ്ഞു. പക്ഷേ സമയക്കുറവ് കൊണ്ട് സാറിനിടയ്ക്ക് പോകേണ്ടി വരുമെന്ന പ്രതീക്ഷയിലാണ് ഇരുന്നത്. സാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തായിട്ട് സംസാരിക്കുന്നതിനായി വർക്കിംഗ് ചെയർമാനും കാപ്കോ സാംസ്കാരിക വേദിയുടെ അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് ഗോപകൃഷ്ണനെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ ബഹുമാനിയായ അധ്യക്ഷ, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, നമ്മുടെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ഈ സംഘാടക സമിതിയുടെ ഭാഗമായി ആദരവ് നൽകുന്നതിന് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാനരായ നാട്ടുകാരെ, പബ്ലിക് ലൈബ്രറിയും കാപ്കോ സാംസ്കാരിക വേദിയും ചേർന്ന് നടത്തുന്ന ഈ സപ്തതി ആഘോഷം യഥാർത്ഥത്തിൽ പട്ടം കോളനിയിലെ എല്ലാ സംഘടനകളുടെയും എല്ലാവരുടേതുമായ ഒരു സാംസ്കാരിക ആഘോഷമായി മാറിയെന്നതിൽ ഞങ്ങൾക്ക് തീർച്ചയായും അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതിനായി യാതൊരു തരത്തിലുള്ള വിഭാഗീയതയോ മാറ്റി നിർത്തലോ ഇല്ലാതെ എല്ലാ വിഭാഗത്തിലും പെട്ട, എല്ലാ സംഘടനകളിലും പെട്ട, എല്ലാ ഇടങ്ങളിലുമുള്ള ആൾക്കാർ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ തയ്യാറായ വലിയ മനസ്സിന് ഞങ്ങൾ ഈ സംഘാടക സമിതിക്ക് വേണ്ടി എല്ലാവരുടെ പേരിലും ഞാൻ വിനീതമായി അവർക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും 1-2 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, രാഷ്ട്രീയ നേതൃത്വത്തിൽപ്പെട്ട ആൾക്കാർ വികസന കാര്യങ്ങളെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി. അതെല്ലാം പൂർണ്ണമായി എല്ലാം അംഗീകരിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അവരവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം അവരവർ നിർവഹിക്കുന്നതിന് വേണ്ടി കൂടിയാണ്
ഈ തരത്തിൽ ഞങ്ങൾ എല്ലാവരോടുമുള്ള യോജിപ്പ്, എല്ലാവരോടുമുള്ള സ്നേഹം, മുൻതലമുറയുടെ ആൾക്കാർ കഷ്ടപ്പെട്ട് നേടിയ ഈ കാണുന്ന സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കി കൊണ്ടുപോകാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിന് ഞങ്ങൾക്കൊരു പ്രാദേശികവാദവുമില്ല, അതിന് ഞങ്ങൾക്ക് ഭാഷാപരമായ വ്യത്യാസമില്ല, ഞങ്ങൾക്ക് വലിപ്പ ചെറുപ്പമില്ല. അങ്ങനെ ഈ പട്ടം കോളനിയിലെ മുഴുവൻ മനുഷ്യരുടെയും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് എല്ലാവിധമായ ഐക്യവും രേഖപ്പെടുത്താൻ വേണ്ടി ഈ നാടൊപ്പമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്ന ആഘോഷങ്ങൾ, 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷങ്ങൾ മാറ്റുകൂട്ടാൻ വേണ്ടി പോകുന്നത് എന്ന് നിങ്ങളോട് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട്, കുടുംബത്തിലെ പരിപാടി എന്ന നിലയിലാണ് എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കാഞ്ഞത്. എങ്കിൽ തന്നെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ യോഗത്തിന് ഔപചാരികമായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായിട്ട് പ്രോഗ്രാം കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ കൂടിയായ ശ്രീ ജോമൻ താന്നിക്കൽ അവരുകളെ ക്ഷണിക്കുന്നു. ശോഭനാമ ഗോപിനാഥൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സംസ്ഥാനത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, മറ്റിന്ന് വേദിയിൽ കടന്നു വന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സ്നേഹം നിറഞ്ഞ വ്യാപാരി സുഹൃത്തുക്കൾ, ഏറെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പ്രദേശവാസികളെ, ഉണ്ണിസാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ രാജേഷ് ചന്ദ്ര ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴാണ് സപ്തതി ആഘോഷത്തിന്റെ ദിനങ്ങളാണ് നമ്മളെന്ന് ഒരു 16 ദിവസം മുമ്പ് നമുക്ക് തോന്നിയത്, അതൊരു 10-20 ദിവസം മുമ്പ് തോന്നിയത്. അതിനുശേഷം ലൈബ്രറി നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ആ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി നടത്തണമെന്ന് ഭാരവാഹികളോട് നമ്മളൊന്ന് ആവശ്യപ്പെട്ടു. വിപുലമായിട്ടുള്ള ഒരു സംഘാടക സമിതി അതിനുശേഷം അവർ വിളിച്ചു ചേർത്ത് കക്കോ സാംസ്കാരിക വേദി അടക്കം നമ്മുടെ മറ്റ് സംഘടനകളിലെ പ്രതിനിധികളടക്കം ഇവിടെ സംഘടിച്ചാണ് ജാതിമത രാഷ്ട്രീയ വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് എല്ലാം ചിന്തകളെല്ലാം മാറ്റിവെച്ച് ഒരേ മനസ്സോടുകൂടി ഒന്നിച്ചു ചേർന്ന് നിന്നാണ് ഈ സംഘാടക സമിതി കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചത്. ആ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ 20-ാം തീയതി പട്ടം കോളനിയുടെ ആദ്യ ബ്ലോക്ക് ലഭിച്ചതിൽ 1397 ബ്ലോക്ക് ലഭിച്ചതിൽ ഏക വനിതയായിരുന്ന ശ്രീമതി മാധവിക്കുട്ടിയമ്മ, 98 വയസ്സുള്ള അമ്മ, നമ്മുടെ ഈ പട്ടം കോളനിയുടെ ലൈബ്രറിയുടെ തിരുമുറ്റത്ത് കടന്നു വന്ന് ദീപം തെളിയിച്ചുകൊണ്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ സപ്തതി ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് ആശാൻ ഉച്ചയ്ക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കണം തൊടുപുഴയിൽ, വൈകുന്നേരം നമ്മുടെ ഇവിടെ നിന്നും പോയ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലും പങ്കെടുക്കണം. പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് പോയി വന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് വരാഞ്ഞത്. പക്ഷേ പട്ടം കോളനി നിവാസികൾക്കെല്ലാം ആശംസകൾ നേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട മണിയാശാനെ ഈ അവസരത്തിൽ ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതെ അമ്മായിമാരി തുള്ളാൻ വേണ്ടി വരുന്നതന്നെ, അല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. ഭായിമാര് വറച്ചറിയിക്കുന്നേ.
നമ്മളെ സംഘാടക സമിതികളുടെ നിർദ്ദേശപ്രകാരം
അടുത്ത ഒരു ഗാനത്തോടുകൂടി അവരുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കും എന്നുകൂടി അറിയിക്കുന്നു. Yeah.